കാട്ടൻ ഹില്ലിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ പയ്യെ വിവേർലി സ്റ്റേഷനിലേക്ക് വന്നു. നോർത്ത് ബർവിക്കിലേക്ക് പോകണം. എഡിൻബ്രോയിലെ വൺ ഓഫ് ദ മേജർ സെൻട്രൽ സ്റ്റേഷനാണ് വിവേർലി സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ വന്നു. സ്കോട്ട് റെയിലിൻ്റെ ഒരു ട്രെയിനാണ്. നമുക്ക് സൈക്കിൾ വെക്കാനൊക്കെ സെപ്പറേറ്റ് ബോഗി കൊണ്ടുവരാനുണ്ട്. ആ ബോഗിയിൽ മാത്രം സൈക്കിൾ വരാൻ പാടുള്ളൂ. അതിലൂടെ വെച്ചിരിക്കുന്ന ഒരു ടൈ വെച്ച് മാത്രമേ നമുക്ക് ലോക്ക് ചെയ്യാൻ പാടുള്ളൂ. വലിയ ആളും പാടുമല്ല, ഒരു നാട്ടും പാടുമാണ്. ഇന്ന് നമ്മൾ ടാൻഡലോൺ കാസ്റ്റലിൽ കാണാനാണ് പോകുന്നത്. 1681 ഒലിവർ ക്രോംവെൽ ഇത് ആക്രമിച്ചപ്പോൾ നശിച്ചു പോയതാണ് എൻ്റെ ഭൂരിഭാഗവും. ഇതിന്നാണ് ആദ്യമായി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഈ വർഷം തുറന്നെടുക്കുന്നത്. എഡിൻബ്രോ കാസ്റ്റലിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു സിറ്റിയുടെ നടുക്കാണെങ്കിൽ ഈ കാസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് നോർത്ത് സീയുടെ തീരത്തുള്ള ഒരു ക്ലിഫിന് മേലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാറ്റിനും ഇവിടെ നിന്നുള്ള കാഴ്ചകൾക്കും സൗന്ദര്യമെന്ന് വേറെ തന്നെയാണ്. 14ാം നൂറ്റാണ്ടിൽ വില്യം ഡഗ്ലസ് ആണ് ഇത് പണിതത്. ഇവിടെ പണ്ട് വലിയൊരു പോർട്ടിക്കുലസ് ഉണ്ടായിരുന്നു. പോർട്ടിക്കുലസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കവാടം, ഒരു ഗേറ്റ്, ഒരു സ്ലൈഡിങ് ഗേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയായിരുന്നു ഇപ്പോൾ രാജാക്കന്മാരൊക്കെ വലിയ അകമ്പടിയോടെ ഈ കാസിനുള്ളിലേക്ക് വന്നിട്ടുള്ളത്. ഈ കല്ലൊന്നും ഇവിടെ ആരും ഇങ്ങനെ കൊത്തിവെച്ചതല്ല കേട്ടോ. ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ടുള്ള വെതർ എറോഷൻ്റെയും സോൾട്ട് വാട്ടർ എറോഷൻ്റെയൊക്കെ കാരണം കൊണ്ട് ഇങ്ങനെ ഈ ഡിസൈനിലായി വരുന്നതാണ്. ആയിരത്തി 1651 ഒലിവർ ക്രോംവെൽ ആണ് ഇതിനെ അവസാനമായിട്ട് അറ്റാക്ക് ചെയ്തത്. ആ അറ്റാക്കിലാണ് ഇത് ഒരു മേജർ ഡിസ്ട്രക്ഷൻ ആയിപ്പോയത്. ഇതന്നത്തെ ഒരു മേജർ സീ ഗേറ്റാണ്. സീ ഗേറ്റ് എന്ന് പറയുമ്പം നമ്മൾ കടലിലൂടെ നമ്മൾ എത്തിക്കുന്ന സാധാരണ സാമഗ്രികൾ, എക്യുപ്മെൻറ്റ്സ്, മെഷീൻസ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഇതൊക്കെ കാസിലേക്ക് എത്തിക്കുന്ന ഒരു ഹോയിസ്റ്റിംഗ് മെക്കാനിസം ഉണ്ടായിരുന്നു. നമ്മൾ വലിച്ചു കയറ്റുന്നൊരു ഹോയിസ്റ്റിംഗ് മെക്കാനിസം ഉണ്ടായിരുന്നു. ആ കാണുന്നതാണ് ബാസ് റോക്ക്, ഒരു വോൾക്കാനിക് റോക്ക് ഐലൻഡാണ്. നോർത്തേൺ ഗാനറ്റ് എന്ന് പറയുന്ന പക്ഷികളുടെ ഒരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടാവില്ല. ഇതാണ് ഈസ്റ്റ് ടവർ. ഇവിടെയാണ് സ്റ്റാഫും ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നത്. ആ കാണുന്ന രണ്ടാമത്തെ ടവറിലാണ് സീനിയർ ഒഫീഷ്യൽസും ഫാമിലീസും താമസിക്കുന്നത്. അതാണ് ഡഗ്ലസ് ടവർ. അവിടെയാണ് ഡഗ്ലസ് രാജാവും കുടുംബമൊക്കെ താമസിക്കുന്നത്. ആ കെട്ട് കണ്ടില്ലേ, അത് പണ്ട് വലിയൊരു മതിലായിരുന്നു. ഈ രണ്ട് സൈഡായിട്ട് ഈ കോർട്ട്യാർഡിനെ തിരിക്കുന്ന ഒരു വലിയ മതിലായിരുന്നു. അതായത് ഇങ്ങേറ്റത് ഒരു ലോവർ ക്ലാസ്സും അങ്ങേറ്റം ഹയർ ക്ലാസ്സുമായിട്ടുള്ള ആൾക്കാർക്ക് താമസിക്കാനായിട്ട്. ഇങ്ങേറ്റം എന്ന് പറയുമ്പം ഇവിടെ ലോ ക്ലാസ് ആൾക്കാരും അവിടെ കുതിരകൾ, കാറ്റിൽസ് അതൊക്കെ ആയിട്ട് ആയിരുന്നു. ആ ഡഗ്ലസ് ഹാളിനോട് ചേർന്നിട്ടുള്ള 2 നില കെട്ടിടം, 2 നിലയായിട്ട് തോന്നത്തില്ല, പക്ഷേ 2 നിലയാണ്. ആ കെട്ടിടമാണ് അവിടെ ഊട്ടുവര അല്ലെങ്കിൽ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. ആ കാണുന്ന ഡോറ് അതൊരു സ്റ്റോറേജ് ഗേറ്റാണ്. അതും അവിടെ ആ ഫ്രണ്ടിൽ തന്നെ ഒരു കിണറുണ്ട്. ഒരു 100 അടി താഴ്ചയുള്ള ഒരു ഫ്രഷ് വാട്ടർ കിണറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഈ ഫെൻസിൻ്റെ സ്ഥാനത്ത് വലിയൊരു മതിലായിരുന്നു. ഇനി 2 വശവും നല്ല മതിലുകളായിരുന്നു. ഈ ഫ്രണ്ട് വശം മാത്രമേ അത് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പം ഈസ്റ്റ് ടവർ കാണാൻ പോവാണ്. 1528 ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കും. ഇത് രണ്ടാമത് റീബിൽഡ് ചെയ്തു. റീബിൽഡിന് സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ചു. അതിൻ്റെ അകത്തേക്ക് പീരങ്കികൾ വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി. ഇങ്ങനെ ഗാർഡ് പൊസിഷനിങ്ങും ലുക്ക് ഔട്ട് പ്ലേസസ് ഒക്കെ ഉണ്ടാക്കി. ഇത് ആ പീരങ്കികളുടെ ഒരു മോഡലാണ്. ഇതൊരു നാരോ ഡിഫെൻസ് വിൻഡോ ആണ്. ഇതിലൂടെയാണ് സെക്യൂരിറ്റീസ് ഒരു പ്രോപ്പർ സർവൈലൻസ് ചെയ്തുകൊണ്ടിരുന്നത്. നോർത്ത് സീയിൽ കൂടെ ഏതെങ്കിലും ഇൻട്രൂഡേഴ്സ് വരുവാണ് എങ്കിൽ അവരെ വളരെ ദൂരത്തു നിന്ന് തന്നെ കാണാനും മനസ്സിലാക്കാനും പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്യാനും അവർക്ക് പറ്റുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രഷ് വാട്ടർ കിണറാണിത്. 100 അടി താഴ്ചയുള്ള ഒരു കിണർ. ആ കാണുന്നതാണ് ഇവരുടെ കിച്ചൺ. ഈ കിച്ചണിൽ ഇതാണ് അവരുടെ ഒരു ബേക്കിംഗ് ഓവൻ. ഈ താഴെ പൊട്ടിപ്പിടിച്ച് കുറച്ച് കോൺക്രീറ്റ് കിടപ്പില്ലേ, അതായത് ഈ സെക്കൻഡ് ഫ്ലോറിലുള്ള ആ ഡൈനിങ് ഹാളിലേക്കുള്ള
ഒരു സ്റ്റെയർ കേസ് പുറത്തുനിന്നുണ്ടായിരുന്നു, അതിൻ്റെ അവശിഷ്ടമാണ്. ഈ കാണുന്ന ഗേറ്റിൽ കൂടിയായിരുന്നു ബാക്ക് സൈഡിൽ നിന്ന് കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളും ഓയിസ്റ്റേഴ്സൊക്കെ കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഡൈനിങ് ഹാളിലാണ്. ഇവിടെയാണ് രാജാവും ഫാമിലിയും ഫുഡ് കഴിക്കണത്. ഈ സൈഡ് ഇവിടെ നിന്നായിരുന്നു കിച്ചണിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവരുന്നത്. ആ കാണുന്നൊരു ഫയർ പ്ലേസാണ്, അത് രാജാവിനുള്ള. ബാക്കി 2 ബാക്കിയുള്ള ആൾക്കാർക്ക് ആയിട്ടുള്ള ഫയർ പ്ലേസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ തീ കായുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള ഡൈനിങ് ഹാളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇതായിരുന്നു ഡൈനിങ് ഹാള്. ഇതിവിടുത്തെ ഒരു മേജർ ക്രൈം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കിട്ടുന്ന ഒരു പ്രിസണാണ്. ഓക്കെ, ഈ പ്രിസണിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരിക്കും, ദെയർസ് നോ ലൈറ്റ്സ്. ഇത് മാത്രമാണ് ഇവിടുത്തെ ഒരു ലൈറ്റ് സോഴ്സ്. ഇത് ആക്ച്വലി വെച്ചിരിക്കുന്നത് രാജാവിന് വിധി പറയാൻ വേണ്ടിയാണ്. നമ്മൾ കയറി പോകുന്നത് ഇവിടുത്തെ ടോയ്ലറ്റിലേക്കാണ്. ഇതാണ് അവിടെ മിഡിൽ ഉള്ള ടോയ്ലറ്റ്, പ്രിസണേഴ്സിനുള്ള ടോയ്ലറ്റ്. ഇതായിരുന്നു അവർക്കൊരു ലക്ഷ്യം. കാരണം പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇതായിരുന്നു. ഇത് വളരെ ബ്രോഡായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഈവൻ നടപ്പാതയാണെങ്കിലും ഹൈറ്റാണെങ്കിലും വളരെ ബ്രോഡാണ്. നമുക്ക് ഹാർഡ്ലി നടക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കയറുന്നത് മിഡ് ടവർ അല്ലെങ്കിൽ വെസ്റ്റ് ടവർ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ്. നമ്മൾ പുറത്ത് കാണുമ്പോൾ 2ാമത്തെ ടവർ. ഇവിടെയായിരുന്നു ഈ പറഞ്ഞ ഡിഫൻസസൊക്കെ അവരുടെ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. വളരെ നാരോ ആയിട്ടുള്ള സ്റ്റെപ്പാണ്, അത് കയറാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു റോപ്പ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട് പിടിച്ച് കയറാൻ വേണ്ടി. ഇതാണ് അവരുടെ റൂം. നമ്മളതിന് അടുത്തതായി ഡഗ്ലസ് ടവറിലേക്കാണ് കയറാൻ പോകുന്നത്. ഡഗ്ലസ് ടവർ അല്ലെങ്കിൽ നോബിൾസ് ടവർ, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെയാണ് ഈ പറഞ്ഞ ഡഗ്ലസിൻ്റെ ഫാമിലിയും ഒക്കെ താമസിക്കുന്നത്. ഡഗ്ലസ് ആയിരുന്നു രാജാവ്. യെസ്, ഞാൻ പുറത്തിറങ്ങി ഇനി ബീച്ചിൽ പോകാം. കാസലിൻ്റെയും ബാസ് റോക്കിൻ്റെയും ഒരു ലോങ് ഡിസ്റ്റൻസ് ഷോട്ടാണ്. കാസലിൽ നിന്ന് നമുക്കൊരു എൻട്രൻസ് ഇങ്ങോട്ടില്ല. ഇത് നമ്മൾ വേറെ വഴിയിൽ വരണം, കുറച്ച് പാടത്തോടെയും വരമ്പിലൂടെ വരണം. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഒരു സ്വർഗമാണ് ഇവിടെ. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, മറ്റ് ബീച്ചസിനെ പോലെ ഒന്നുമല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്.
ഞാൻ ബാസ്റോക്ക് പോകാനുള്ള പ്ലാനായിരുന്നു എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഇപ്പം കുത്ത് നേരത്തെ വന്നത്. 2 മണിയായിട്ടുള്ളൂ. ഇനി ബാസ്റോക്ക് പോകാണ്ട് ഇനി പറ്റില്ല. കാരണം ബാസ്റോക്കിലേക്കുള്ള ബോട്ട് സർവീസ് ഇപ്പോൾ അവൈലബിൾ അല്ല. കാരണം ബോട്ട് സർവീസസ് സ്പ്രിംഗ് ആകുമ്പോഴേ സ്റ്റാർട്ട് ആവത്തുള്ളൂ. സോ ഞാൻ കുറച്ച് നേരത്തെയാണ്, അതുകൊണ്ട് ഈ പ്രാവശ്യം ബോട്ട് സർവീസസ് പറ്റത്തില്ല. സമയം 2 മണിയായുള്ളൂ. ഒരു 5:30 ആകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് റെസ്റ്റ് എടുക്കാം. നാളെ മോസ്റ്റ്ലി കംപ്ലീറ്റ്ലി സൈക്ലിംഗ് ആയിരിക്കും. സോ റെസ്റ്റിംഗ് ഈസ് ബെസ്റ്റ്.